ഹലോ ഓൾ, വെൽക്കം ടു ദിസ് അക്കാഡമി. അപ്പോൾ കേരളത്തിലെയും മറ്റ് പല സ്റ്റേറ്റ്സിലെയും ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇന്നലെ ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്നായിരുന്നു. കേരളത്തിൽ 10 വർഷത്തിന് ശേഷം എന്ത് ചെയ്തു? വീണ്ടും UDF അധികാരത്തിൽ വരുന്നു. വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയുടെ റൂൾ അവസാനിച്ചുകൊണ്ട് BJP ഗവൺമെന്റ് ഫോം ചെയ്യാൻ പോകുന്നു. ആസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ ലീഡർഷിപ്പിൽ വീണ്ടും BJP ഗവൺമെന്റ് വരാൻ പോകുന്നു. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ സൂപ്പർ സ്റ്റാർ വിജയുടെ TVK ഗവൺമെന്റ് ഫോം ചെയ്യാനായിട്ട് പോകുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചായിരുന്നു. ഇനി ഇലക്ഷന്റെ ചൂട് കഴിഞ്ഞു. ഇനി നമ്മുടെ എക്സാമിന്റെ ചൂടാണ് വരാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ എക്സാമിന് ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്? ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞിരിക്കേണ്ട. പക്ഷേ ഇലക്ഷൻ നടത്തുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ച് എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ബോഡിയെ കുറിച്ചാണ്. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ സെഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇതൊരു ഓട്ടോണമസ് ബോഡിയാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓട്ടോണമസ് ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബോഡി ആയതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. സോ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊവിഷൻസ് പ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ബോഡി, കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതനുസരിച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബോഡി ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നാണ് എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 25th January 1950. സോ 25th January 1950 അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന്, ഇഫക്റ്റിൽ വരുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ദിവസം 26 January 1950 എന്ത് ചെയ്യുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൽ വരുന്നത്. അതിന് തൊട്ട് മുന്നേ ഉള്ള ദിവസം 25th January 1950 എന്ത് ചെയ്യുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഈ ഒരു ദിവസം നമ്മൾ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ 25th January is celebrated as a National Voters Day. 1950 25th ജനുവരിയിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ 25th January എന്ത് ചെയ്യുന്നു? നമ്മൾ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇനി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഓർ സെക്രട്ടേറിയറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ഇൻ ന്യൂഡൽഹി. സോ ന്യൂഡൽഹിയിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സെക്രട്ടേറിയറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്? ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ രാജ്യസഭയിലേക്കുള്ള ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അതായത് സംസ്ഥാന നിയമസഭകൾ, ഇന്നലെ റിസൾട്ട് വന്നതുപോലെയുള്ള കേരള, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, ആസാം ഇതുപോലുള്ള സംസ്ഥാനങ്ങളിലെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, അതായത് ചില സ്റ്റേറ്റുകൾക്ക് എന്തുണ്ട്? 2 ഹൗസസ് ഉണ്ട്. സംസ്ഥാന നിയമസഭയുണ്ട്, അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലുണ്ട്. അങ്ങനെയുള്ള സ്റ്റേറ്റുകളിലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസിലേക്കുള്ള ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇന്ത്യയിൽ ഇത്രയും ഇലക്ഷൻസ് എന്ത് ചെയ്യുന്നത്? കണ്ടക്ട് ചെയ്യുന്നത്. ലോക്സഭ ഇലക്ഷൻസ്, രാജ്യസഭ ഇലക്ഷൻസ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻസ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇലക്ഷൻസ്, the election of the president and the election of the vice president. ഇത്രയും ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്ന ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റീസിലേക്കും നടക്കുന്ന ഇലക്ഷൻസ്, അതായത് ഒരു 4-5 മാസം മുന്നേ നിങ്ങൾ വോട്ട് ചെയ്ത പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റി ഇലക്ഷൻസ്, സോ പഞ്ചായത്തുകളിലേക്കും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റീസിലേക്കും നടക്കുന്ന ഇലക്ഷൻസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ല കണ്ടക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. സോ ഇത് മാറിപ്പോയത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ത് ചെയ്യാറില്ല? പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റീസിലേക്കുള്ള ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാറില്ല. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ബോഡിയാണ് എന്ത് ചെയ്യുന്നത്? പഞ്ചായത്തിലേക്കുള്ള ഇലക്ഷൻസും മുനിസിപ്പാലിറ്റീസിലേക്കുള്ള ഇലക്ഷൻസും എന്ത് ചെയ്യുന്നത്? കണ്ടക്ട് ചെയ്യുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇത്രയും ഇലക്ഷൻസ് മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ. പഞ്ചായത്ത് ഇലക്ഷൻസ് ആൻഡ് മുനിസിപ്പാലിറ്റി ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാറില്ല. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ ദി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 15 ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയുള്ള ആർട്ടിക്കിൾസിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്.
പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആർട്ടിക്കിൾ 324 ആണ് എന്ത് ചെയ്യുന്നത്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളൊരു ബോഡി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ആർട്ടിക്കിൾ 324ന്റെ പ്രൊവിഷൻസിന്റെ ബേസിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളൊരു ബോഡി എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് ഓൺ 25th January 1940. സോ 25th January 1940 ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നൊരു ബോഡി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് ഇറ്റ് ഈസ് ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ആർട്ടിക്കിൾ 324. ആൻഡ് ആർട്ടിക്കിൾ 324 ആണ് പറയുന്നത് ലോക്സഭ ഇലക്ഷൻസ്, രാജ്യസഭ ഇലക്ഷൻസ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻസ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇലക്ഷൻസ്, ഓഫീസ് ഓഫ് ദി ഇലക്ഷൻ ടു ദി ഓഫീസ് ഓഫ് ദി പ്രസിഡന്റ്, ഇലക്ഷൻ ടു ദി ഓഫീസ് ഓഫ് ദി വൈസ് പ്രസിഡന്റ്, ഇത്രയും ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിരിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 324. ഇനി നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 326. എന്താണ് ആർട്ടിക്കിൾ 326 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൗസ് ഓഫ് ദി പീപ്പിൾ, അതായത് ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻസിലും അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി സംസ്ഥാന നിയമസഭകളിലേക്കുള്ള ഇലക്ഷൻസിലും യൂണിവേഴ്സൽ അഡൽട്ട് സഫ്രേജിന്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 326 പറയുന്നത്. അപ്പൊ യൂണിവേഴ്സൽ അഡൽട്ട് സഫ്രേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ 18 വയസ്സ് പൂർത്തിയാവുകയും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ആർക്കും എന്ത് ചെയ്യാൻ സാധിക്കും, വോട്ടിങ്ങിനകത്ത് അല്ലെങ്കിൽ ഇലക്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആർട്ടിക്കിൾ 326 ആണ് എന്ത് ചെയ്യുന്നത്, ലോക്സഭാ ഇലക്ഷൻസിലും, ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്ന് പറയുന്നത് ലോക്സഭയാണ്, സോ ലോക്സഭാ ഇലക്ഷൻസിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻസിലും യൂണിവേഴ്സൽ അഡൽട്ട് സഫ്രേജ് അല്ലെങ്കിൽ അഡൽട്ട് സഫ്രേജിന്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 326. അതായത് ഇന്ത്യയിൽ 18 വയസ്സ് പൂർത്തിയാകുകയും അതുപോലെ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ആർക്കും എന്ത് ചെയ്യാൻ സാധിക്കും, ലോക്സഭ ഇലക്ഷൻസിനും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻസിനകത്തും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അവരുടെ റെപ്രസെന്റേറ്റീവിനെ ചൂസ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിക്കിൾ 326 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇന്ത്യയിലെ വോട്ടിംഗ് ഏജ് എന്ന് പറയുന്നത് 21 ഇയേഴ്സ് ആയിരുന്നു. സോ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇന്ത്യയിലെ വോട്ടിംഗ് ഏജ് എന്ന് പറയുന്നത് 21 ഇയേഴ്സ് ആയിരുന്നു. സോ ആസ് പെർ ദി ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ വോട്ട് ചെയ്യാനായിട്ടുള്ള പ്രായം എന്ന് പറയുന്നത് 21 ഇയേഴ്സ് ആയിരുന്നു. എന്നാൽ ഈ ഒരു പ്രൊവിഷൻ അല്ലെങ്കിൽ ഈ ഒരു വോട്ടിംഗ് ഏജ് 18 വയസ്സാക്കി റെഡ്യൂസ് ചെയ്യുന്നത് ഇറ്റ് വാസ് എ 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് ഓഫ് 1988. സോ 1988 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലെ വോട്ടിംഗ് ഏജ് 21 വയസ്സിൽ നിന്ന് 18 വയസ്സാക്കി എന്ത് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യുന്നത്. സോ ദ വോട്ടിംഗ് ഏജ് ഇൻ ഇന്ത്യ വാസ് റെഡ്യൂസ്ഡ് ഫ്രം 21 years to 18 years by the 61st Constitutional Amendment Act of 1988. So 1988 61ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് എന്ത് ചെയ്യുന്നത്, വോട്ടിംഗ് ഏജ് ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി 21 വയസ്സിൽ നിന്ന് 18 വയസ്സാക്കി എന്ത് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ ഉള്ളത്. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ആർട്ടിക്കിൾ 324 പറയുന്ന അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും കാണും, അതുപോലെ തന്നെ മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സും കാണും. എന്നാൽ ഈ മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെ എണ്ണം എത്രയാണ് എന്ന് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എവിടെയും പറഞ്ഞിട്ടില്ല. ഈ മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് എത്ര പേര് വേണം എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് അതോറിറ്റി പ്രസിഡന്റിനാണ് എന്തിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത്. സോ ആർട്ടിക്കിൾ 324 പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും കാണും, അതുപോലെ തന്നെ മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സും കാണും. ആൻഡ് ഈ മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് എത്ര പേര് വേണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് ഫ്രം ടൈം ടു ടൈം. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന്, അതായത് 1950 മുതൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് മുതൽ, അതായത് 1950 മുതൽ 1989 വരെയുള്ള പീരീഡ് എടുത്തു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സിംഗിൾ മെമ്പർ ബോഡിയായിരുന്നു. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 1950 നിലവിൽ വന്നത് മുതൽ 1989 വരെയുള്ള ഈ ഒരു ടൈം പീരീഡ് എടുത്തു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ ഒരൊറ്റ മെമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ദാറ്റ് ഈസ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഇല്ലായിരുന്നു. എന്നാൽ 16 October 1989 So 16 October 1989 പ്രസിഡന്റ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കൂടാതെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്തു, 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ കൂടി അപ്പോയിന്റ് ചെയ്തു. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്താക്കി മാറ്റി, ഒരു 3 മെമ്പർ ബോഡിയാക്കി മാറ്റി. സോ 1989 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ കൂടി ആഡ് ചെയ്തു. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലെ മെമ്പേഴ്സിന്റെ എണ്ണം 3 ആക്കി മാറ്റി. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും. ഇനി ഇത് എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു
61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1988 ഇത് പ്രകാരം എന്ത് ചെയ്തു? ഇന്ത്യയിൽ വോട്ടിംഗ് ഏജ് 21 വയസ്സിൽ നിന്ന് 18 വയസ്സാക്കി റെഡ്യൂസ് ചെയ്തു. അതായത് ഇന്ത്യയിൽ വോട്ടവകാശമുള്ളവരുടെ എണ്ണം എന്ത് ചെയ്തു? ക്രമാതീതമായിട്ട് ഇൻക്രീസ് ചെയ്തു, വോട്ടിംഗ് ഏജ് കുറച്ചതോടുകൂടി. അപ്പൊ ഈ ഒരു ഹെർക്കൂലിയൻ ടാസ്ക്, അല്ലെങ്കിൽ ഇത്രയും പേർക്ക് വോട്ടവകാശം കൊടുക്കുക, അതിനുശേഷം ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് എന്തായിരുന്നു? ഒരു കുറച്ച് ഹെർക്കൂലിയൻ ടാസ്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ കൂടി അഡീഷണൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്തത്. എന്നാൽ 1990 എന്ത് ചെയ്തു? ഈ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ റിമൂവ് ചെയ്തു. അതായത് 1990 ജനുവരിയിൽ എന്ത് ചെയ്തു? ഈ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ റിമൂവ് ചെയ്തു. പിന്നീട് 1993 എന്ത് ചെയ്തു? വീണ്ടും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ കൂടി അപ്പോയിന്റ് ചെയ്തു. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താക്കി മാറ്റി? ഒരു 3 മെമ്പർ, വീണ്ടും 1993 വീണ്ടും അതൊരു 3 മെമ്പർ ബോഡിയാക്കി മാറ്റി. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും അടങ്ങുന്ന ഒരു 3 മെമ്പർ ബോഡി. അന്ന് മുതൽ, അതായത് 1993 മുതൽ ഇന്ന് വരെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് ഒരു 3 മെമ്പർ ബോഡിയാണ്. സോ പ്രസന്റ്ലി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് എ 3 മെമ്പർ ബോഡി. നിലവിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ 3 മെമ്പേഴ്സ് ആണുള്ളത്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ സ്റ്റേറ്റ് ലെവലിൽ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചീഫ് ഇലക്ടോറൽ ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. അതായത് ഇലക്ഷൻസ് നടക്കുന്ന ടൈമിൽ ഇലക്ഷൻ കമ്മീഷനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ലെവലിൽ എന്ത് ചെയ്യും? ചീഫ് ഇലക്ടോറൽ ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ വരാൻ പോകുന്ന റെയിൽവേ എക്സാംസിന് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് എല്ലാ റെയിൽവേ എക്സാംസും എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാ എക്സാംസിനും കൂടി സെപ്പറേറ്റ് കോഴ്സ് എടുത്ത് പഠിക്കാൻ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 സ്റ്റോപ്പ് സൊല്യൂഷൻ ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ദിശ അക്കാഡമിയുടെ RRB പ്രീമിയം ബാച്ച്. ഇതെന്ന് പറയുന്നത് വരാൻ പോകുന്ന എല്ലാ റെയിൽവേ എക്സാംസിനും വേണ്ടിയിട്ടുള്ള ഒരു സിംഗിൾ കോഴ്സ് ആണ്. അതായത് എല്ലാ റെയിൽവേ എക്സാംസിനും, അതായത് 10th ലെവൽ മുതൽ ഗ്രാജുവേറ്റ് ലെവൽ വരെയുള്ള എല്ലാ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള റെയിൽവേ എക്സാംസിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു സിലബസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കോഴ്സിനകത്ത് നമ്മൾ ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ റെയിൽവേ എക്സാംസും എന്ത് ചെയ്യാൻ സാധിക്കും? ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇത് വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് 4500 rupees മാത്രമാണ് ഈ ഒരു RRB പ്രീമിയം ബാച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ പേ ചെയ്യേണ്ടി വരുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിലോ ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിലോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 or 7012615062. ആൻഡ് നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സസ് കാണണം, ക്ലാസ്സസ് എങ്ങനെയുണ്ടെന്ന് വിലയിരുത്തണമെന്നുണ്ടെങ്കിൽ ദിശ ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും എന്ത് ചെയ്യുന്നുണ്ട്? ദിശ ലേണിംഗ് ആപ്പ് അവൈലബിൾ ആണ്. സോ ദിശ ലേണിംഗ് ആപ്പ് എന്ത് ചെയ്യുക? ഡൗൺലോഡ് ചെയ്യുക, ഡെമോ ക്ലാസ്സസ് കണ്ടു നോക്കുക. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾ റെയിൽവേ എക്സാംസ് അല്ല, വരാൻ പോകുന്ന SSCയുടെ എക്സാംസിനാണ് ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനും ഒരു 1 സ്റ്റോപ്പ് സൊല്യൂഷൻ ഉണ്ട്. ദാറ്റ് ഈസ് SSC പ്രീമിയം ബാച്ച്. ആൻഡ് ഈ ഒരു SSC പ്രീമിയം ബാച്ച് എന്ന് പറയുന്നതും 10th ലെവൽ ക്വാളിഫിക്കേഷൻ മുതൽ ഗ്രാജുവേറ്റ് ലെവൽ ക്വാളിഫിക്കേഷൻ വരെയുള്ള എല്ലാ SSC എക്സാംസിനും വേണ്ടിയിട്ട് കൺസൈസ് ആയിട്ടുള്ള സിലബസിൽ ക്ലാസ്സസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന കോഴ്സാണ് ഈ ഒരു SSC പ്രീമിയം ബാച്ച് എന്ന് പറയുന്നത്. വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിലാണ് ഈ ഒരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 4999 rupees, അതായത് 5000 rupees മാത്രമേ ഈ ഒരു കോഴ്സിന് എന്ത് ചെയ്യേണ്ടി വരുന്നുള്ളൂ? നിങ്ങൾ പേ ചെയ്യേണ്ടി വരുന്നുള്ളൂ. ആൻഡ് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ കുറച്ച് ടൈം മാത്രമേ ആയിട്ടുള്ളൂ. ആൻഡ് ഈ ഒരു ബാച്ചിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676. ആൻഡ് ഡെമോ ക്ലാസ്സസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ദിശ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, ഡെമോ ക്ലാസ്സസ് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടു, ഇതുപോലുള്ള ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു കോഴ്സ് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് അപ്പോയിന്റ്മെന്റ് ആൻഡ് ടെന്യൂർ ഓഫ് ദി കമ്മീഷണേഴ്സ്. അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന്റെയും അതുപോലെ തന്നെ മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെയും മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെയും അപ്പോയിന്റ്മെന്റ് എങ്ങനെയാണ്, അവരുടെ കാലാവധി എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പറയുന്നതിന് മുന്നേ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആർട്ടിക്കിൾ 324 ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ: ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയും അതുപോലെ തന്നെ മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്ന ആരായിരിക്കും? പ്രസിഡന്റ് ആയിരിക്കും. സോ ആർട്ടിക്കിൾ 324 ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ: ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയും മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്ന ആരായിരിക്കും? പ്രസിഡന്റ് ആയിരിക്കും.
ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ പ്രസിഡന്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും, അതായത് ഗവൺമെന്റ് ആരെയാണോ റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അവരെയാണ് പ്രസിഡന്റ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ചീഫ് ഇലക്ഷൻ കമ്മീഷണറും മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സോട്ട് അപ്പോയിന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് 1950 മുതൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്ത നാൾ മുതൽ 2023 വരെയുള്ള പീരീഡ് എടുത്തു കഴിഞ്ഞാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയും മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആയിരുന്നു ഓൺ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. പക്ഷേ 2023 എന്ത് ചെയ്തു, ഇതിനൊരു ചേഞ്ച് വന്നു. എന്താണ് വന്ന ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുപ്രീം കോർട്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേസ് വന്നു, ദാറ്റ് ഈസ് അനൂപ് ബരൻപോൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. സോ സുപ്രീം കോർട്ടിൽ നടന്നിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള കേസാണ് അനൂപ് ബരൻപോൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. സോ അനൂപ് ബരൻപോൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. അനൂപ് ബരൻപോൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2023 ചെയ്യുന്നത് ഈ ഒരു കേസ് നടക്കുന്നത്. ഈ ഒരു കേസിനകത്ത് സുപ്രീം കോർട്ടിന്റെ ഒരു 5 അംഗ ബെഞ്ച്, അതായത് 5 ജഡ്ജസ് ഉള്ള ഒരു ബെഞ്ച് എന്ത് ചെയ്തു, ഒരു ഇന്ററിം ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ചു, അതായത് താൽക്കാലിക വിധി പുറപ്പെടുവിച്ചു. ആ ഒരു വിധി എന്ന് പറയുന്നത് പാർലമെന്റ് ഇനി ഒരു നിയമം കൊണ്ടുവരുന്നത് വരെ, അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയും അതുപോലെ തന്നെ മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെന്റ് പുതിയൊരു നിയമം കൊണ്ടുവരുന്നത് വരെ ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആയിരിക്കും. ബട്ട് ആരെ അപ്പോയിന്റ് ചെയ്യണമെന്ന് പ്രസിഡന്റിനോട് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 3 മെമ്പർ കമ്മിറ്റി ആയിരിക്കും. ഈ ഒരു 3 മെമ്പർ കമ്മിറ്റിയിൽ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലോക്സഭയുടെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ CJ ഉണ്ടായിരിക്കും. അപ്പോൾ അനൂപ് ബരൻപോൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2023 സുപ്രീം കോടതിയുടെ ഇന്ററിം ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇനി പാർലമെന്റ് പുതിയൊരു നിയമം ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയും മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു ലോ കൊണ്ടുവരുന്നത് വരെ ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആയിരിക്കും, ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻസ് ഓഫ് എ 3 member committee which consists of the prime minister, leader of opposition of Lok Sabha and chief justice of India. So അത് പ്രകാരം പാർലമെന്റ് എന്ത് ചെയ്തു, പുതിയ ഒരു ലോ കൊണ്ടുവന്നു. അതാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിന്റ്മെന്റ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആൻഡ് ടേം ഓഫ് ഓഫീസ് ആക്ട് 2023. ആൻഡ് ഈ ഒരു ലോ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ ഈ ഒരു ലോ പ്രകാരം ഇങ്ങനെയാണ് പറയുന്നത്, ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അതുപോലെ തന്നെ മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആയിരിക്കും. ആൻഡ് ആരെ അപ്പോയിന്റ് ചെയ്യണമെന്ന് പ്രസിഡന്റിനോട് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 3 member കമ്മിറ്റി ആയിരിക്കും. സോ ആരെ അപ്പോയിന്റ് ചെയ്യണമെന്ന് പ്രസിഡന്റിനോട് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 3 member കമ്മിറ്റി ആയിരിക്കും. ഈ കമ്മിറ്റിയിൽ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരിക്കും, ലോക്സഭയുടെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി, അതായത് ഏതെങ്കിലും ഒരു യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി കൂടി കാണും. അപ്പൊ ഇവര് 3 പേരും അടങ്ങുന്ന ഒരു 3 member കമ്മിറ്റി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആരെ CEC ആയിട്ടും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടും മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആയിട്ടും അപ്പോയിന്റ് ചെയ്യണമെന്ന് പ്രസിഡന്റിനോട് എന്ത് ചെയ്യുന്നത്, റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. അപ്പോ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആയിരിക്കണം എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ പ്രൈം മിനിസ്റ്റർ ആരെയാണോ റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അവരെയാണ് എന്ത് ചെയ്തത്, പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അനൂപ് ബരൻപോൾ കേസിൽ 2023 അനൂപ് ബരൻപോൾ കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞു, പാർലമെന്റ് പുതിയൊരു ലോ കൊണ്ടുവരുന്നത് വരെ ഇനി മുതൽ CECയും മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആയിരിക്കും. ബട്ട് ആരെ അപ്പോയിന്റ് ചെയ്യണമെന്ന് പ്രസിഡന്റിനോട് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 3 member കമ്മിറ്റി ആയിരിക്കും, which consists of പ്രൈം മിനിസ്റ്റർ, ലോക്സഭയുടെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആൻഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. പാർലമെന്റ് പുതിയൊരു ലോ കൊണ്ടുവരുന്നത് വരെ മാത്രമായിരിക്കും ഈ ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കുന്നത് എന്നാണ് സുപ്രീം കോർട്ട് പറഞ്ഞത്. ആൻഡ് അത് പ്രകാരം പാർലമെന്റ് എന്ത് ചെയ്തു, ഒരു ലോ കൊണ്ടുവന്നു. അതാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിന്റ്മെന്റ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആൻഡ് ടേം ഓഫ് ഓഫീസ് ആക്ട് 2023. ഇത് പ്രകാരം
ഇപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ 2023 മുതൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയും മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ബട്ട് ആരെ അപ്പോയിന്റ് ചെയ്യണമെന്ന് പ്രസിഡന്റിനോട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു 3 മെമ്പർ കമ്മിറ്റിയാണ്. ആ 3 മെമ്പർ കമ്മിറ്റിയിൽ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ലോക്സഭയുടെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഉണ്ട്, അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്ന ഒരു യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററും ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ദെൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയും അതുപോലെ തന്നെ മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും കാലാവധി ടെന്യൂർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയാകുന്നത് വരെ. ഏതാണോ ആദ്യം അതായിരിക്കും അവരുടെ ടെന്യൂർ. അതായത് CECM മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്ന ദിവസം മുതൽ ഒന്നെങ്കിൽ 6 വർഷം വരെ അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ദിവസം മുതൽ 65 വയസ്സ് അറ്റൈൻ ചെയ്യുന്നവരെ. ഏതാണോ ആദ്യം വരുന്നത് അതായിരിക്കും അവരുടെ ടെന്യൂർ എന്ന് പറയുന്നത്. സോ ഒന്നെങ്കിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് അറ്റൈൻ ചെയ്യുന്നവരെ. ഏതാണോ ഫസ്റ്റ് വരുന്നത് അതായിരിക്കും അവരുടെ ടെന്യൂർ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ സാലറിയും മറ്റ് കണ്ടീഷൻസും സർവീസ് കണ്ടീഷൻസും നോക്കിക്കഴിഞ്ഞാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയും മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെയും സാലറിയും മറ്റ് സർവീസ് കണ്ടീഷൻസും നോക്കിക്കഴിഞ്ഞാൽ ഒരു സുപ്രീം കോടതി ജഡ്ജിന്റെ സാലറിക്കും കണ്ടീഷൻസ് ഓഫ് സർവീസിനും ഈക്വലന്റ് ആയിരിക്കും ഇവരുടെ സാലറിയും അതുപോലെ തന്നെ കണ്ടീഷൻസ് ഓഫ് സർവീസും. അതായത് സുപ്രീം കോടതി ജഡ്ജിന് എന്തൊക്കെയാണോ സാലറി കിട്ടുന്നത്, എന്തൊക്കെയാണോ അവരുടെ കണ്ടീഷൻസ് ഓഫ് സർവീസ്, അതെല്ലാം തന്നെ CECക്കും മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനും ആപ്ലിക്കബിൾ ആണ്. ദെൻ വേണമെന്നുണ്ടെങ്കിൽ ഇനി കാലാവധി പൂർത്തിയാകുന്നതിന് മുന്നേ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, അവർക്ക് റിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. റെസിഗ്നേഷൻ ലെറ്റർ പ്രസിഡന്റിനായിരിക്കും എന്ത് ചെയ്യേണ്ടത്, ഹാൻഡ് ഓവർ ചെയ്യേണ്ടത്. സോ CECക്കും അതുപോലെ തന്നെ മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനും കാലാവധി പൂർത്തിയാകുന്നതിന് മുന്നേ റിസൈൻ ചെയ്യാൻ സാധിക്കും. ആൻഡ് റെസിഗ്നേഷൻ ലെറ്റർ ടു ബി അഡ്രസ് ടു ദി പ്രസിഡന്റ്. പ്രസിഡന്റിനായിരിക്കും റെസിഗ്നേഷൻ ലെറ്റർ എന്ത് ചെയ്യുന്നത്, അഡ്രസ് ചെയ്യേണ്ടത്. അടുത്തതാണ് റിമൂവൽ. സോ വേണമെന്നുണ്ടെങ്കിൽ CECയെ അതുപോലെ തന്നെ മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ എന്ത് ചെയ്യാൻ സാധിക്കും, കാലാവധി പൂർത്തിയാകുന്നതിന് തന്നെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് പ്രസിഡന്റിനാണ് റിമൂവ് ചെയ്യാനായിട്ടുള്ള പവർ. സോ വേണമെന്നുണ്ടെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയും മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും കാലാവധി പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് റിമൂവ് ചെയ്യാനായിട്ടുള്ള പവർ പ്രസിഡന്റിനാണ്. ബട്ട് പ്രസിഡന്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പാർലമെന്റ് പറഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പൊ റിമൂവലുമായിട്ട് ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയാണ് കാലാവധി പൂർത്തിയാകുന്നതിന് മുന്നേ റിമൂവ് ചെയ്യേണ്ടത് എന്ന് വെച്ചോ. ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ ഒരു സുപ്രീം കോടതി ജഡ്ജിനെ എങ്ങനെയാണോ റിമൂവ് ചെയ്യുന്നത് അതേ ഗ്രൗണ്ട്സിലും അതേ പ്രോസസ്സിലും മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കൂ. സോ CECയെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന സെയിം ഗ്രൗണ്ട്സിലും സെയിം പ്രോസസ്സിലും മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ റിമൂവ് ചെയ്യാനുള്ള ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത് 2 ഒന്ന് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ, 2 ഇൻകപ്പാസിറ്റി. സോ പ്രൂവ്ഡ് മിസ്ബിഹേവിയർ മീൻസ് കറപ്ഷൻ ചാർജസിലോ ബ്രൈബറി കേസസിലോ മറ്റെന്തെങ്കിലും കാര്യത്തിനകത്തോ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ പദവി ദുരുപയോഗം ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഗ്രൗണ്ട്സിൽ എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ എന്നുള്ള ഗ്രൗണ്ട്സിൽ എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇൻകപ്പാസിറ്റി, അതായത് ഈ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ഫിസിക്കലി ഓക്കെ അല്ല അല്ലെങ്കിൽ മെന്റലി ഓക്കെ അല്ല എന്നുള്ള കണ്ടീഷൻസിൽ എന്നുള്ള ഗ്രൗണ്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, വേണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ CECയെ 2 ഗ്രൗണ്ട്സിൽ മാത്രമേ റിമൂവ് ചെയ്യാൻ സാധിക്കൂ. ഒന്ന് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ, 2 ഇൻകപ്പാസിറ്റി. ഇനി റിമൂവ് ചെയ്യുന്ന പ്രോസസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രസിഡന്റിന് CECയെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രസിഡന്റിനോട് ആര് പറയണം, പാർലമെന്റ് പറയണം. അതായത് പാർലമെന്റ് ഒരു അഡ്രസ് പ്രസിഡന്റിന് പ്രസന്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, പ്രസിഡന്റിന് CECയെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കൂ. ആൻഡ് പാർലമെന്റ് ഈ ഒരു അഡ്രസ് പ്രസന്റ് ചെയ്യുന്ന പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ, പാർലമെന്റ് 2 ഹൗസസും അതായത് ലോക്സഭയും അതുപോലെ തന്നെ രാജ്യസഭയും എന്ത് ചെയ്യണം, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ റിമൂവ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം. അതായത് CECയെ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പാർലമെന്റ് 2 ഹൗസസും ലോക്സഭയും രാജ്യസഭയും എന്ത് ചെയ്യണം, CECയെ റിമൂവ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം. ആൻഡ് ആ റെസൊല്യൂഷൻ ആവശ്യമായിട്ടുള്ള മെജോറിറ്റി എന്ന് പറയുന്നത് സ്പെഷ്യൽ മെജോറിറ്റിയാണ്. അപ്പോൾ സ്പെഷ്യൽ മെജോറിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രസന്റ് ആൻഡ് വോട്ടിംഗ് മെമ്പേഴ്സിന്റെ 2/3 മെജോറിറ്റി. സോ പ്രസന്റ് ആൻഡ് വോട്ടിംഗ് മെമ്പേഴ്സിന്റെ 2/3 മെജോറിറ്റി. ആൻഡ് ഈ കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നതായിരിക്കണം ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 50% ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി ഹൗസ്. ആൻഡ് ഈ കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നതായിരിക്കണം ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 50% ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി ഹൗസ്. അതായത് 2 ഹൗസസിലും
ഈ ഒരു സ്പെഷ്യൽ മെജോറിറ്റിയിൽ ഒരു റെസൊല്യൂഷൻ എന്ത് ചെയ്യണം, പാസ്സാക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, ഒരു CECയെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കൂ. അതായത് ലോക്സഭയിലും ഈ ഒരു സ്പെഷ്യൽ മെജോറിറ്റിയിൽ റെസൊല്യൂഷൻ പാസ്സാവണം, രാജ്യസഭയിലും എന്ത് ചെയ്യണം, ഈ ഒരു സ്പെഷ്യൽ മെജോറിറ്റിയിൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. എന്നാൽ മാത്രമേ പാർലമെന്റ് എന്ത് ചെയ്യുള്ളൂ, റിമൂവ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടുള്ള അഡ്രസ്സ് പ്രസിഡന്റിന് കൊടുക്കുള്ളൂ. എന്നാൽ മാത്രമേ പ്രസിഡന്റ് എന്ത് ചെയ്യാൻ പറ്റൂ, റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ഈ ഒരു പ്രോസസ്സ് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ബിക്കോസ് ഇപ്പോൾ CEC റിമൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒപ്പോസിഷൻ ഒരു മോഷൻ പാർലമെന്റിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രോസസ്സ് ചിലപ്പോൾ എന്താവാം, ഇൻ ഡെപ്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ പ്രോസസ്സും കൂടെ നമുക്കൊന്ന് നോക്കാം. സോ പ്രോസസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഒരു റിമൂവൽ മോഷൻ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു റിമൂവൽ റെസൊല്യൂഷൻ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ CEC റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം, പാർലമെന്റിൽ ഒരു റിമൂവൽ റെസൊല്യൂഷൻ കൊണ്ടുവരണം. ഈ ഒരു റിമൂവൽ റെസൊല്യൂഷൻ നിങ്ങൾക്ക് ലോക്സഭയിലും കൊണ്ടുവരാം, അതുപോലെ തന്നെ രാജ്യസഭയിലും കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ CEC റിമൂവ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, പാർലമെന്റിൽ ഒരു റിമൂവൽ റെസൊല്യൂഷൻ കൊണ്ടുവരണം. ഈ ഒരു റിമൂവൽ റെസൊല്യൂഷൻ ലോക്സഭയിലും കൊണ്ടുവരാം, രാജ്യസഭയിലും കൊണ്ടുവരാം. പ്രത്യേകിച്ച് ഇന്ന ഹൗസിൽ മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ എന്നുള്ള കണ്ടീഷൻ ഇല്ല. ലോക്സഭയിലും കൊണ്ടുവരാം, രാജ്യസഭയിലും കൊണ്ടുവരാം, ഏത് ഹൗസിൽ വേണമെങ്കിലും കൊണ്ടുവരാം. ബട്ട് ലോക്സഭയിൽ കൊണ്ടുവരണമെങ്കിൽ മിനിമം 100 മെമ്പേഴ്സിന്റെ സപ്പോർട്ട് വേണം. ആൻഡ് രാജ്യസഭയിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ മിനിമം 50 മെമ്പേഴ്സിന്റെ സപ്പോർട്ട് വേണം. സോ ലോക്സഭയിൽ CEC റിമൂവ് ചെയ്യാനായിട്ട് ഒരു റെസൊല്യൂഷൻ കൊണ്ടുവരണമെങ്കിൽ 100 മെമ്പേഴ്സിന്റെ സപ്പോർട്ട് മിനിമം വേണം. രാജ്യസഭയിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ റിമൂവ് ചെയ്യാനായിട്ട് റെസൊല്യൂഷൻ കൊണ്ടുവരണമെങ്കിൽ മിനിമം എന്ത് വേണം, 50 മെമ്പേഴ്സിന്റെ സപ്പോർട്ട് വേണം. സോ ഈ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതാത് ഹൗസിൽ എന്ത് ചെയ്യാൻ പറ്റും, റെസൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഈ ഒരു ഹൗസിലെ റെസൊല്യൂഷൻ കൊണ്ടുവരുമ്പോൾ ആ റെസൊല്യൂഷൻ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അതാത് ഹൗസസിന്റെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സിന്റെ ജോലിയാണ്. പാർലമെന്റിൽ, അതായത് ലോക്സഭയിലോ രാജ്യസഭയിലോ CEC റിമൂവ് ചെയ്യാനായിട്ട് റെസൊല്യൂഷൻ കൊണ്ടുവന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അതാത് ഹൗസസിന്റെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സിന്റെ ഡിസ്ക്രിപ്ഷനാണ്. അതായത് ലോക്സഭയിൽ ഈ ഒരു റെസൊല്യൂഷൻ വരുമ്പോൾ ഈ റെസൊല്യൂഷൻ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ലോക്സഭ സ്പീക്കറാണ്. രാജ്യസഭയിൽ ഈ റെസൊല്യൂഷൻ കൊണ്ടുവരുമ്പോൾ ഈ റെസൊല്യൂഷൻ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് രാജ്യസഭയുടെ ചെയർമാനാണ്. ഇവർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് അത് അവരുടെ ഡിസ്ക്രിപ്ഷനാണ്. അവർക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി, അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അക്സെപ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചോ, അതായത് ഒരു ഹൗസിന്റെ കൊണ്ടുവന്ന ഹൗസിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ അക്സെപ്റ്റ് ചെയ്യുന്നു വിചാരിച്ചോ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു എൻക്വയറി കമ്മിറ്റി ഫോം ചെയ്യുക എന്നുള്ളതാണ്. അതായത് CEC റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ കുറച്ച് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കാരണങ്ങൾ ശരിയാണോ എന്ന് അന്വേഷിക്കാനായിട്ട് എന്ത് ചെയ്യും, ഒരു എൻക്വയറി കമ്മിറ്റി ഫോം ചെയ്യും. ഈ ഒരു എൻക്വയറി കമ്മിറ്റിയിൽ ഒന്നെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കാണും, അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സുപ്രീം കോടതി ജഡ്ജി കാണും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസ് കാണും. ആൻഡ് അതുപോലെ തന്നെ എമിനന്റ് ജൂറിസ്റ്റ്, അതായത് ലീഗൽ മാറ്റേഴ്സിലൊക്കെ ഒരുപാട് നോളജ് ഉള്ള, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു എമിനന്റ് ജൂറിസ്റ്റ് കാണും. ഇങ്ങനെ 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി എന്ത് ചെയ്യണം, ഈ ഒരു പ്രിസൈഡിംഗ് ഓഫീസർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവരെന്ത് ചെയ്യും, ഈ ഗ്രൗണ്ട്സ് ശരിയാണോ ഇല്ലയോ എന്ന് അന്വേഷിക്കും. ശരിയാണെന്ന് കണ്ടെത്തി അവർ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു റെസൊല്യൂഷൻ എന്ത് ചെയ്യും, ആ ഒരു ഹൗസിൽ വരും. ആ ഒരു ഹൗസിൽ എന്ത് ചെയ്യണം, ഈ റെസൊല്യൂഷൻ സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാവണം. സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുമ്പോൾ പ്രസന്റ് ആൻഡ് വോട്ടിംഗ് മെമ്പേഴ്സിന്റെ 2/3 മെജോറിറ്റി ആൻഡ് ആ കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നതായിരിക്കണം ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 50% ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി ഹൗസ്. ഇനി ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി ഒന്ന് എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, സപ്പോസ് ലോക്സഭയിലാണ് ഈ ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ലോക്സഭയിൽ ഇത് പാസ്സാവണമെങ്കിൽ എന്ത് വേണം, സ്പെഷ്യൽ മെജോറിറ്റി വേണം. അപ്പോൾ സ്പെഷ്യൽ മെജോറിറ്റി, ലോക്സഭയിലെ സ്പെഷ്യൽ മെജോറിറ്റി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് 543 ആണ്. സപ്പോസ് ഈ റെസൊല്യൂഷൻ വരുന്ന ദിവസം 3 മെമ്പേഴ്സ് ലോക്സഭയിൽ ആബ്സെന്റ് ആണെന്ന് വിചാരിക്കുക. സോ 540 മെമ്പേഴ്സ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ലോക്സഭയിൽ വന്നിട്ടുള്ളൂ. ഈ 540 മെമ്പേഴ്സും ഈ റെസൊല്യൂഷൻ വോട്ടിംഗിൽ ഇടുമ്പോൾ അവിടെ പ്രസന്റ് ആണ്, ആ വോട്ടിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് മെമ്പേഴ്സ്. അപ്പോൾ ഒരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു മോഷൻ ഒരു ഹൗസിൽ വരുമ്പോൾ ആ വോട്ടിംഗ് നടക്കുന്ന സമയത്ത് ആ ഒരു ഹൗസിൽ പ്രസന്റ് ആയിരിക്കും, വോട്ടിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യുന്ന മെമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് മെമ്പേഴ്സ്. ഈ പ്രസന്റ് ആൻഡ് വോട്ടിംഗ് മെമ്പേഴ്സിന്റെ 2/3 ഭാഗം എന്ത് ചെയ്യണം, ഈ ഒരു റെസൊല്യൂഷനെ സപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് ഈ കിട്ടുന്ന നമ്പർ ഉണ്ടല്ലോ, ഈ കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്തിന്റെ 50% എന്തായിരിക്കണം,
കൂടുതലായിരിക്കണം. സോ ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്തിന്റെ 50% എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സ്പെഷ്യൽ മെജോറിറ്റി. അങ്ങനെ ലോക്സഭയിൽ സ്പെഷ്യൽ മെജോറിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഇത് നേരെ രാജ്യസഭയിലേക്ക് പോകും. രാജ്യസഭയിൽ എന്ത് കിട്ടണം? സ്പെഷ്യൽ മെജോറിറ്റി കിട്ടണം. അങ്ങനെ രാജ്യസഭയിലും സ്പെഷ്യൽ മെജോറിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പാർലമെന്റ് എന്ത് ചെയ്യും? പ്രസിഡന്റിന് ഒരു അഡ്രസ് കൊടുക്കും, CECയെ റിമൂവ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. ആൻഡ് പ്രസിഡന്റ് എന്ത് ചെയ്യും? CECയെ റിമൂവ് ചെയ്യും. അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ റിമൂവ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം? റിമൂവൽ മോഷൻ പാർലമെന്റിൽ കൊണ്ടുവരണം. അത് ലോക്സഭയിലും കൊണ്ടുവരാം, രാജ്യസഭയിലും കൊണ്ടുവരാം. ലോക്സഭയിൽ കൊണ്ടുവരണമെങ്കിൽ മിനിമം 100 മെമ്പേഴ്സിന്റെ സപ്പോർട്ട് വേണം. രാജ്യസഭയിൽ കൊണ്ടുവരണമെങ്കിൽ മിനിമം 50 മെമ്പേഴ്സിന്റെ സപ്പോർട്ട് വേണം. ഈ കൊണ്ടുവന്ന റെസൊല്യൂഷൻ എടുക്കണോ വേണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് അതാത് ഹൗസസിന്റെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ആണ്. ലോക്സഭയിൽ വരുന്ന ഈ റെസൊല്യൂഷൻ എടുക്കണോ വേണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന സ്പീക്കറാണ്. രാജ്യസഭയിൽ വരുന്ന റെസൊല്യൂഷൻ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ചെയർമാനാണ്. അവർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അത് അവരുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. അവർക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഒരു എൻക്വയറി കമ്മിറ്റി ഫോം ചെയ്യും. ഈ കാര്യങ്ങൾ CECയെ റിമൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് എൻക്വയറി ചെയ്യാനായിട്ട്. അതിനകത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കാണും, ഒരു ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കാണും, ഒരു എമിനന്റ് ജൂറിസ്റ്റ് കാണും. ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ഈ പറഞ്ഞ ഗ്രൗണ്ട്സ് എല്ലാം നിലനിൽക്കുന്നു, റിമൂവ് ചെയ്യപ്പെടണം എന്നൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിമൂവൽ മോഷൻ എന്ത് ചെയ്യും? ഏത് ഹൗസിലാണോ കൊണ്ടുവന്നത് ആ ഹൗസിൽ എടുക്കും. ആ ഹൗസിൽ എന്ത് ചെയ്യണം? ഇത് സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാകണം. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടാമത്തെ ഹൗസിലേക്ക് പോകും. രണ്ടാമത്തെ ഹൗസിൽ എന്ത് ചെയ്യണം? ഇത് സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാകണം. അങ്ങനെ സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സായി കഴിഞ്ഞാൽ പാർലമെന്റ് എന്ത് ചെയ്യും? പ്രസിഡന്റിന് ഒരു അഡ്രസ് കൊടുക്കും. ആ അഡ്രസ് കിട്ടിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് എന്ത് ചെയ്യും? CECയെ റിമൂവ് ചെയ്യും. അപ്പൊ ഇതാണ് റിമൂവൽ പ്രോസസ്. അപ്പൊ ഇത് CECയെ റിമൂവ് ചെയ്യുന്നതിന്റെ പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞത്. ഇനി മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത്? മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും റിമൂവ് ചെയ്യുന്നത്. പക്ഷേ പ്രസിഡന്റിന് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? പ്രസിഡന്റിന് മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ റിമൂവ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ റിമൂവ് ചെയ്യണമെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന സെയിം പ്രോസസ്സിൽ മാത്രമേ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഇനി മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ പ്രസിഡന്റിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ? റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതാണ് റിമൂവൽ പ്രൊസീജിയർ. അപ്പോൾ CECയെ റിമൂവ് ചെയ്യണമെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന സെയിം ഗ്രൗണ്ട്സ്, സെയിം പ്രോസസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ റിമൂവ് ചെയ്യുന്ന പ്രസിഡന്റ് ആണ്. ബട്ട് CEC ചീഫ് ഇലക്ഷൻ കമ്മീഷണർ റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി എന്തൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻസും പവേഴ്സും? അപ്പോൾ ഇന്ത്യയിലുള്ള അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത്? ഇലക്ഷൻ ഷെഡ്യൂൾസും ഡേറ്റ്സും എല്ലാം എന്ത് ചെയ്യുന്നത്? ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻസ് എന്ന് നടത്തണം, രാജ്യസഭയിലേക്കുള്ള ഇലക്ഷൻസ് എന്ന് നടത്തണം, പ്രസിഡന്റ് ഇലക്ഷൻ എന്ന് നടത്തണം, വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ എന്ന് നടത്തണം, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി സംസ്ഥാന നിയമസഭകളിലെ ഇലക്ഷൻസ് എന്ന് നടത്തണം. ഇങ്ങനെയുള്ള ഇലക്ഷൻ ഡേറ്റുകൾ ഫിക്സ് ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. എന്ന് നടത്തുന്നുള്ള ഇലക്ഷൻ ഷെഡ്യൂൾ ഡിറ്റർമിൻ ചെയ്യുന്നവരാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ തന്നെ ഇലക്ടറൽ റോൾസ്, വോട്ടർ പട്ടിക പ്രിപ്പയർ ചെയ്യുന്നതും ഇലക്ഷൻ കമ്മീഷനാണ്. പീരിയോഡിക്കലി അത് റിവൈസ് ചെയ്യുന്നതും ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിന് അംഗീകാരം കൊടുക്കുന്നത്, പൊളിറ്റിക്കൽ പാർട്ടീസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതും ഇലക്ഷൻ കമ്മീഷനാണ്. അതായത് നാഷണൽ പാർട്ടി, സ്റ്റേറ്റ് പാർട്ടി, റീജിയണൽ പാർട്ടി അങ്ങനെ രീതിയിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന് റെക്കഗ്നേഷൻ കൊടുക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. അവർക്ക് സിംബൽസ്, ചിഹ്നങ്ങൾ അനുവദിക്കുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. അതായത് BJPക്ക് ലോട്ടസ് ആണ് സിംബൽ, കോൺഗ്രസിന് കൈപ്പത്തിയാണ് സിംബൽ, ഇനി CPMന് അരിവാൾ ചുറ്റിക നക്ഷത്രമാണ് സിംബൽ. ഇങ്ങനെയുള്ള സിംബൽസ് അലോട്ട് ചെയ്യുന്ന ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ തന്നെ ഇലക്ഷൻ സിംബൽസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഫോർ എക്സാമ്പിൾ 2024 എടുക്കുക. സോ 2024 നിങ്ങൾക്ക് എല്ലാവർക്കും NCPയെ കുറിച്ച് അറിയായിരിക്കും. മഹാരാഷ്ട്രയിലെ പൊളിറ്റിക്കൽ പാർട്ടിയാണ് NCP. അപ്പൊ NCP എന്ത് ചെയ്തു? രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിരുന്നു. ഒന്ന് അജിത് പവാറിന്റെ NCPയും മറ്റേത് ശരത് പവാറിന്റെ NCPയും. അപ്പൊ NCPയുടെ സിംബൽ ആയിട്ടുള്ള അലാം ക്ലോക്ക് ആർക്ക് കിട്ടണം എന്നുള്ള കാര്യത്തിനകത്ത് ഒരു തർക്കം ഉണ്ടായിരുന്നു. ശരത് പവാർ പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടണം ഈ ഒരു സിംബൽ, അജിത് പവാർ പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടണം ഈ ഒരു സിംബൽ. അപ്പൊ ഇങ്ങനെ ഇലക്ഷൻ സിംബൽസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സിംബലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്നത് ആരാണ്? ഇറ്റ് ഈസ് ഓൾസോ ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ MPസിനെ പാർലമെന്റ് മെമ്പേഴ്സിനെ, അതായത് ഒരു ലോക്സഭാ MPയെ അല്ലെങ്കിൽ രാജ്യസഭാ MPയെ ഡിസ്ക്വാളിഫൈ ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ പ്രസിഡന്റിന് അഡ്വൈസ് കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഒരു MLAയെ ഡിസ്ക്വാളിഫൈ ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ഗവർണർക്ക് അഡ്വൈസ് കൊടുക്കുന്ന ആരാണ്?
ഇറ്റ് ഈസ് ഓൾസോ ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അതായത് എം പിമാരെ ലോക്സഭ എം പി അല്ലെങ്കിൽ രാജ്യസഭ എം പി എന്ത് ചെയ്യാൻ സാധിക്കും? ഡിസ്ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത്. പക്ഷേ പ്രസിഡന്റിന് അഡ്വൈസ് കൊടുക്കുന്ന ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ തന്നെ MLA മാരെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന ആരാണ്? ഗവർണറാണ്. അതാത് സ്റ്റേറ്റിന്റെ ഗവർണറാണ്. ബട്ട് ഗവർണറിന് അഡ്വൈസ് കൊടുക്കുന്ന ആരാണ്? ഇറ്റ് ഈസ് എ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ ഇതൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻസും അതുപോലെ തന്നെ പവേഴ്സും. ഇനി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എവിടെ എന്ത് ചെയ്തിട്ടില്ല? ഈ CEC ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയോ അല്ലെങ്കിൽ മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ചോ ലീഗൽ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് പറഞ്ഞിരിക്കുന്ന പ്രസിഡന്റ് എന്ത് ചെയ്യും? അപ്പോയിന്റ് ചെയ്യും എന്നുള്ള കാര്യം മാത്രമാണ്. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനിലെ മെമ്പേഴ്സിനെ വീണ്ടും റീഇലക്ട് ചെയ്യാമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനകത്ത് എന്ത് ചെയ്തിട്ടില്ല? കോൺസ്റ്റിറ്റ്യൂഷനകത്ത് സ്പെസിഫിക് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ഒരാൾക്ക് എത്ര തവണ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് സെർവ് ചെയ്യാൻ പറ്റും, എത്ര തവണ ഇലക്ഷൻ കമ്മീഷണറായിട്ട് സെർവ് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടില്ല? കോൺസ്റ്റിറ്റ്യൂഷനകത്ത് വ്യക്തമാക്കിയിട്ടേ ഇല്ല. അതുപോലെ തന്നെ CEC ആയിട്ടോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷണേഴ്സായിട്ടോ സെർവ് ചെയ്തതിന് ശേഷം റിട്ടയർ ചെയ്യുന്ന ഒരാളെ വീണ്ടും ഗവൺമെന്റ് സർവീസിൽ അപ്പോയിന്റ് ചെയ്യുന്നതിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല? ഒരു റെസ്ട്രിക്ഷൻ എന്ത് ചെയ്തിട്ടില്ല? വരുത്തിയിട്ടില്ല. അതായത് CEC ആയിട്ടും ഇലക്ഷൻ കമ്മീഷണേഴ്സും ആയിട്ടിരിക്കുന്നവർ റിട്ടയർമെന്റിന് ശേഷം എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടാനായിട്ട് എന്ത് ചെയ്യാം? ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? അവരെ ഗവൺമെന്റ് സർവീസിൽ അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് പ്രിവെന്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്തിട്ടില്ല? കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എവിടെയും ഒരു റെസ്ട്രിക്ഷൻസും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ്. ഒന്ന്, ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. 2, എത്ര തവണ സെർവ് ചെയ്യാം അല്ലെങ്കിൽ എത്ര ടേം ഇരിക്കാം എന്നുള്ള കാര്യത്തിനകത്ത് സ്പെസിഫിക് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ റിട്ടയർ ചെയ്യുന്നവരെ ഗവൺമെന്റ് സർവീസിൽ പിന്നീട് എടുക്കാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻ എന്ത് ചെയ്തിട്ടില്ല? കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിട്ടില്ല. വിച്ച് മീൻസ് ഈ CECയും അതുപോലെ തന്നെ മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സും എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ഗവൺമെന്റിനെ ഫേവർ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് ഫോർ ഗെറ്റിംഗ് അപ്പോയിന്റ്മെന്റ്സ്, ഫർദർ അപ്പോയിന്റ്മെന്റ്സ് ആഫ്റ്റർ റിട്ടയർമെന്റ്. അപ്പൊ അതിനെ എന്ത് ചെയ്തിട്ടില്ല? ഡീബാർ ചെയ്യുകയോ റെസ്ട്രിക്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ച് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വൈൽ പ്രിപ്പയറിംഗ് ഫോർ ദി കോമ്പറ്റേറ്റീവ് എക്സാംസ്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഡിസ്കസ് ചെയ്തു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വേറൊരു സെഷനിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.